അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട അനിയത്തി പറഞ്ഞതനുസരിച്ച് അതാ മുഹ്സിന ഓടിച്ചെന്ന് ജനലിൻ്റെ അരികിൽ ചെന്ന് നിന്നു. എൻ്റെ അല്ലാ, പഠിച്ചോനെ, ആരാണത്? മോളെ ഹസനത്തെ നീ കണ്ടോ? ഇത്തതാ ഞാൻ കണ്ടിട്ട് തന്നെയാണ് വിളിക്കാൻ വന്നത്. മോളെ സീനു അല്ലേ ഇത്? മോളെ ഞാൻ താഴേക്ക് പോവുകയാണ്. ഇത്താത്ത, ഈ ഒരു സമയത്ത് പോകണ്ട, അവിടെ വലിയ സീനാണ്, ഇപ്പം പോകണ്ട. ഇല്ല മോളെ, ഞാൻ പോവാണ്. അവളതാ കോണിപ്പടി വഴി ഇറങ്ങി ഓടുന്നു. ഇത്താത്ത പ്ലീസ് മെല്ലെ. എൻ്റെ സീനു എന്ന് പറഞ്ഞുകൊണ്ട് അവളതാ ഡൈനിങ് ഹാളിൽ നിന്ന് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ഉമ്മ അവിടെ ഉണ്ടായിരുന്നു. മോളെ, അവളുടെ ശബ്ദം കേട്ട് അവളുടെ ആങ്ങള, എന്താ മുഹ്സിൻ, നീ എങ്ങോട്ടാ? അകത്ത് പോ. ഇക്കാക്ക, സിനു, എൻ്റെ സിനു വന്നിട്ടുണ്ട്, എനിക്ക് സിനുവിനെ കാണണം. അകത്തേക്ക് പോടി വേണേ. ഇക്കാക്ക, എനിക്കതിന് കഴിയില്ല. ഞാൻ സിനു പ്ലീസ്, ഞാനുണ്ട് സിനു. അവളുടെ ആ ഒരു ശബ്ദം സിനാൻ്റെ ചെവിയിലേക്ക് തുളച്ചു കയറുന്നു. അവൻ കണ്ണു തുറന്നു നോക്കി. ശരിക്കും ഒന്ന്, മൊസി, ഞാനിതെവിടെ ഉണ്ട്, വാ എൻ്റെ കൂടെ പോരിയേ. അപ്പോഴേക്കും ഇക്കാക്ക അവളെ തടുത്തു വെച്ചിരുന്നു. വാതിലിൻ്റെ അവിടെ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, എടി പെണ്ണേ, നീ എങ്ങോട്ടാ? നിന്നെ കൊല്ലാൻ വന്നവൻ്റെ അടുത്ത് കാണോ നീ വീണ്ടും ഓടിപ്പോന്ന്? അകത്ത് കയറി പോടി പെണ്ണേ. ഇക്കാക്ക, ഇല്ല കാക്ക പ്ലീസ്, എനിക്ക് സിനുവിൻ്റെ കൂടെ ജീവിക്കണം ഇക്കാക്ക പ്ലീസ്. അകത്ത് കയറി പോടി പെണ്ണേ. എന്താടാ, ഞങ്ങൾ വരണോ? ആഹാ. അപ്പോഴേക്കും അവിടെ കൂടിയിരുന്ന 2 പേര് അങ്ങോട്ടെത്തി. എന്താ, അവൾക്ക് അവൻ്റെ കൂടെ പോണെന്നാണോ പറയുന്നത്? എന്താ മോളെ, കൊല്ലാൻ വരുന്നവൻ്റെ അടുത്തേക്കാണോ നീ വീണ്ടും പോകാൻ ഒരുങ്ങുന്നത്? നിനക്ക് അല്പം ചിന്തിച്ചൂടെ കുട്ടിയെ? എന്താണിത്? നിന്റെ തലച്ചോറിൽ എന്താ കളിമണ്ണാണോ? അവൾക്കതൊന്നും വിഷയമേ അല്ലായിരുന്നു. തൻ്റെ ഇക്കാക്കയുടെ കൈ മാറ്റിയിട്ട് അവളതാ അത് ശക്തമായി അവിടെ നിന്ന് പുറത്ത് കടക്കുവാൻ ശ്രമിക്കുന്നു. നോ, എങ്ങോട്ടാ മോളെ? എൻ്റെ മോളെ എങ്ങോട്ടാ? കണ്ടോ, അവൻ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളാണിതാ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. നീ അത് കണ്ടോ? അവനത് നൈസായിട്ട് എടുത്തിരിക്കുകയാണ്. പിന്നെ നിന്നെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഒരു കഥ പ്രചരിപ്പിച്ചുണ്ടാക്കുക. അതെ, പിന്നെ കളിക്കണ്ട കേട്ടോ. പറ, അവനോട് പോകാൻ പറ. അല്ലെങ്കിലുണ്ടല്ലോ സിനാനെ. എടാ, നിങ്ങളുണ്ടല്ലോ, ഇതാ കണ്ടോ, നോക്കിക്കോ, നിൻ്റെ ചെക്കനെ പുറത്തേക്ക് പരിക്ക് പറ്റാത്ത രീതിയിൽ, അതായത് ഒന്നും കാണാനില്ലാത്ത രീതിയിൽ അകത്തെ മർമ്മം കലക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ് മോളെ. പക്ഷെ ഞാനത് ചെയ്യില്ല, ഞാനത് ചെയ്യണത് ശരിയുമല്ല. പക്ഷെ കൂടുതലായിട്ടെങ്ങാനും നമ്മൾ കളിച്ചാൽ നമ്മൾ അതിനേക്കാൾ വലിയ കളി കളിക്കും. അതുകൊണ്ട് മര്യാദയിൽ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ഥലം വിടണം, എൻ്റെ പെങ്ങളെ നിനക്ക് കാണാൻ കിട്ടില്ല എന്നുള്ളത്. സ്ഥലം വിടാൻ പറഞ്ഞിട്ട് അവൻ പോകുന്നില്ല. നീ പറഞ്ഞാൽ ഒരു പക്ഷെ പോകുമായിരിക്കും. അപ്പോഴേ നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടായിരിക്കും അല്ലേ നല്ലത്. ദയവായി ഇക്കാക്ക, നിങ്ങൾക്കില്ലേ ഒരു ഭാര്യയോ കുട്ടിയൊക്കെ, നിങ്ങൾ അവരെ കാണാതിരിക്കോ? എന്താ മോളെ, തർക്കുത്തരം പറയുന്നോ? തർക്കുത്തരം പറയാൻ പാടുണ്ടോ ഏട്ടന്മാരോടൊക്കെ ഇങ്ങനെ? പിന്നെ എന്താ, നിങ്ങളൊരു ഉസ്താദാണോ? ഒരു ഉസ്താദുമാരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മിണ്ടാതിരിവണ്ണേ. നീ എന്താ ഉസ്താദുമാരെ കണ്ടിട്ടില്ലേ? നേരാണെങ്കിൽ അബുവാണ്, നേരെയാണെങ്കിൽ അല്ലെങ്കിൽ അബൂജാഹിലാകേണ്ടി വരും. ദയവായി കാക്കാൻ്റെ കുട്ടി അകത്ത് പോ. നിന്നോട് അല്പമെങ്കിലും സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അകത്ത് പോ പ്ലീസ്. എന്നെ തല്ലാൻ എനിക്ക് ആവതില്ലാണ്ടല്ല, എനിക്ക് കഴിയില്ല. നിന്നെ ഞാനിങ്ങനെ തല്ലും. എൻ്റെ ഉപ്പ എന്നെ ഏൽപ്പിച്ചാണ് നിന്നെ, പിന്നെ ഞാനങ്ങനെ നിന്നെ തല്ലും. ഇക്കാക്ക തല്ലിക്കോളി, എന്നാലും വേണ്ടില്ല, എനിക്ക് സിനുവിൻ്റെ കൂടെ ജീവിച്ചാൽ മതി, തല്ലിക്കൊന്നോളി. മോളെ മുസ്സി, ഇക്കാക്ക നിന്നോട് അങ്ങേ അറ്റത്തെ രീതിയിൽ പറയുന്നത്, പൊന്നു മോൾ കയറിപ്പോ. അവന് നമുക്ക് പറ്റില്ല, അവൻ അത്രക്കും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, നിനക്കറിയില്ലേ? എന്നാൽ സിനാൻ അവിടെ നിന്ന് അലറുകയായിരുന്നു. മുസ്സി, ഇറങ്ങി വാ മോളെ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കുകയാണ് ചെയ്തൂടെ? മുസ്സി പ്ലീസ്. കണ്ടോ, അവൻ്റെ വായിൽ നിന്ന് വരുന്നത് നീ കണ്ടോ? അതിക്കാക്ക അത്രക്കും നിവൃത്തിക്കേട് കൊണ്ടാണ്, പ്ലീസ് ഞാൻ പോട്ടേക്കാക്ക. എങ്ങോട്ട് നീ പോകുന്നത്?
അവൻ്റെ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിട്ടിരിക്കുന്നു. പിന്നെ നീ എങ്ങോട്ടാണ് പോകുന്നത്? തെരുവ് നായ്ക്കളെ പോലെ നടക്കുവാനാണോ രണ്ടുപേരും? ഇല്ലിക്കാക്ക പ്ലീസ്, ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ എവിടെ വേണമെങ്കിലും ജീവിച്ചോളാം, എങ്ങോട്ടെങ്കിലും ഞങ്ങൾ പോയിക്കോളാം. മുഹ്സിന അകത്ത് പോകണം. ദയവായി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ വരരുത്. അകത്ത് പോടി പെണ്ണെ. ആങ്ങള അവളേതാ പിടിച്ചു കൊണ്ടുപോകുന്നു. നോ വേണ്ട, എൻ്റെ പെണ്ണിനൊന്നും ചെയ്യണ്ട. ഇക്കാക്ക നിങ്ങൾക്ക് ഇതിൻ്റെത് പഠിച്ചോൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് തരും, അത് ഉറപ്പാണ്. പഠിച്ചോനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ തരും, നോക്കിക്കോളി. എന്ത് കാര്യത്തിലാണ് മോളെ? നിന്നോട് അല്പ സ്നേഹം ഉണ്ടായിട്ടാണേ നിന്നെങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വേറെ മതത്തിലേക്ക് കടക്കാം. ഇവരെന്ത് കാര്യത്തിന് വീണ്ടും എൻ്റെ കുട്ടിയെ കൊതിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്? ജമാലെ, മുജീബെ, അതെ ഇവൻ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നമ്മൾ അടുത്ത അടവ് പ്രയോഗിക്കേണ്ടി വരും. വേണ്ട എനിക്ക് സിനുവിനൊന്നും ചെയ്യരുത് പ്ലീസ്. ചെയ്യില്ല. അവൻ ഇവിടുന്ന് ഈ വളപ്പിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇവിടുന്ന് അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ല നൈസ്, ഞാൻ പറഞ്ഞല്ലോ അവനോട് പോകാനേ. മോനെ ഒരു കുഴപ്പമില്ല, ഞങ്ങളെ കുട്ടിൻ്റെ ഭാഗം ഞങ്ങൾ നോക്കിക്കോളാം. നീ നിൻ്റെ പാട്ടിന് പോ, ഒരിക്കലും അവളെ തേടി നീ വരരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞു ഒഴിവാക്കിയതാണ്. പക്ഷേ അവൻ പോയില്ല. അവൻ വീണ്ടും വീണ്ടും ഇതാ വിളഞ്ഞിനൊട്ടുന്ന പോലെ വന്ന് ചേർന്നിരിക്കുന്നു. ഓളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട്. ഓൻ്റെ വിചാരം ആ ഒരു സ്വർണ്ണമൊക്കെ തിരികെ തന്നാലേ അവളെ അങ്ങ് കിട്ടുന്ന. ഇക്കാക്ക ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്, ദയവായി നിങ്ങൾ എൻ്റെ പെണ്ണിനെ എനിക്ക് വിട്ടു തരണം. ഞങ്ങൾ തമ്മിൽ ഒരു തെറ്റുള്ളൊരു പിണക്കുമില്ല. ഓഹോ അങ്ങനെയാണോ? പിന്നെ ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചോ? ഇക്കാക്ക പ്ലീസ്, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. അവളോട് ചോദിച്ചു നോക്ക്, ഞാൻ അവൾ എന്തെങ്കിലും ഇത് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, കൊല്ലാനേ നോക്കിയിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിടെ സ്വന്തം കുഞ്ഞിനെ വരെ കൊല്ലാൻ കാണിച്ചതിൻ്റെ മനസ്സ്. ഇക്കാക്ക പ്ലീസ്, ഒരിക്കലും ഞാനല്ല. പിന്നെ ആരാടാ? നിൻ്റെ ഉമ്മ തന്നെയാണ് പറഞ്ഞത് അത് നീയാണെന്ന്. സ്വന്തം പെറ്റുമ്മ അങ്ങനെ കളവ് പറയും. ഒന്ന് ആലോചിച്ച് വെക്കടാ. ഇക്കാക്ക പ്ലീസ്, ദയവായി ദയവായി എൻ്റെ പെണ്ണിനെ എനിക്ക് തരണം. എനിക്ക് അവളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഓഹോ ജീവിച്ച് കൊതി തീരാനല്ലേ? അത് വേറെ പെണ്ണുങ്ങളെ നോക്കിക്കോ. എൻ്റെ പെങ്ങൾ ഒരിക്കലും കിട്ടില്ല നിനക്കിനി. എന്നിട്ട് വേണം അവളെ കൊണ്ട്. ഓ എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിക്കണ്. ഇറങ്ങിപ്പോടാ സിനാനെ വീടിന് മുമ്പെന്ന്. ഇക്കാക്ക എന്തിനാന്ന്? ഇറങ്ങിപ്പോവില്ലേ? ഇല്ല ഞാൻ പോവില്ല, എൻ്റെ പെണ്ണില്ലാതെ ഞാൻ പോവില്ല. അവൻ അതിൽ ഉറച്ചു നിന്നു. മുസി വാ പെണ്ണെ, നമുക്ക് പോകാം വാ. അവൻ തേങ്ങിക്കൊണ്ട് അവളെ അതാ വിളിക്കുന്നു. അവൾ സിനു ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് അവളും. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു തടവാണ് അവൾക്ക് ലഭിച്ചിരിക്കുന്നത്. സിനു സിനു കയറി പൊടിയകത്ത്. നിന്നോട് പലവട്ടമായി ഞാൻ പറയുന്നു. എന്തേ ഷിനു ഷിന്നു പറഞ്ഞിട്ട് എന്ത് കിട്ടാണ് നിനക്ക്? നിനക്ക് ഇനിയും ഉപദ്രവം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ വേണേ തുറന്നു വിട്ടിട്ട് നിന്നെ, പക്ഷേ പിന്നെ ഒരിക്കലും ഈ ഒരു പടി നീ ചവിട്ടി പോകരുത്. നിൻ്റെ ഉമ്മയെയും നിൻ്റെ ആങ്ങളെയെയും അനിയത്തിയെയും ആരും കാണാൻ ഒരു ചാൻസ് ഉണ്ടാവില്ല. അതോടുകൂടി പടിയടച്ച് പിണ്ടം വെച്ചു. എന്താ പോകണോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് പോകാം. അവൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ കലങ്ങുകയാണ് അവളുടെ. സിനാൻ പറഞ്ഞു, ഇല്ല ഞാൻ പോകില്ല, എൻ്റെ പെണ്ണില്ലാതെ ഞാൻ പോകില്ല. സിനാനെ മാനമര്യാദയിൽ പറഞ്ഞിട്ടുണ്ട്. എടാ ഇറങ്ങിക്കോളി, എന്നെ തല്ലിക്കൊന്നാലും ഞാൻ പോവില്ല. ആഹാ നിന്നെ തല്ലിക്കൊന്നാലും നീ പോവില്ലേ? ആ ഒരു ജീപ്പിൽ നിന്ന് രണ്ടുപേർ അതാ നല്ലൊരു വടിയുമെടുത്ത് ഇറങ്ങുന്നു. ഒരു നിമിഷം അവൻ അവരെ നോക്കി. എന്തിനാ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ ഇടങ്ങാറാക്കുന്നത്, ബുദ്ധിമുട്ടാക്കുന്നത്? നിങ്ങൾ എന്താ? അതേടാ, നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ അവൻ്റെ പെങ്ങളെ കൊണ്ടുപോകാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളായിട്ട് അവനെ ഹെൽപ്പ് ചെയ്തതാണ്. അതായത് ഈ നാട്ടിൽ അക്രമികളായ ഒരുത്തിനെ ഞങ്ങൾ വാഴിച്ചിട്ടില്ല, അവരെയൊക്കെ ഞങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ചിട്ടേ ഉള്ളൂ. എന്താ സിനാനെ, നിനക്ക് ഇവിടെ നിൽക്കണോ അതോ പോകണോ? നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ പോവില്ലെന്ന് പറഞ്ഞില്ലേ? സിനാൻ ഒരു ഭ്രാന്തനെ പോലെ അവിടെ അലറുകയായിരുന്നു. കടക്കട പുറത്ത് പെട്ടെന്ന് അതാ അളിയൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, കടക്കാനാ പറഞ്ഞത്. ഇല്ല ഒരിക്കലുമില്ല, കടക്കില്ല. നിങ്ങളതിന് എന്നോട് പറയാൻ? ഞാൻ എൻ്റെ പെണ്ണിനെ വിളിച്ചത്, നിങ്ങളെ പെണ്ണിനല്ലല്ലോ. സിനാൻ ദേഷ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു. എടാ എന്ന് പറഞ്ഞതാ
അളിയൻ്റെ അടുക്കൽ നിന്ന് സിനാനെ ഒന്ന് കിട്ടുന്നു. അളിയ, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എന്നെ തല്ലുന്നത് എനിക്കറിയുന്നില്ല. ഞാൻ എൻ്റെ കെട്ടിപ്പെണ്ണിനെ പോറ്റാം, എനിക്ക് അവളെ കൂടെ ജീവിക്കാം എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അവൻ തേങ്ങിക്കരകൾ ഇവരെ അടുത്ത് പുറത്ത് കൊണ്ടുപോയി. ഹേയ്, ഒരിക്കലും സിനാൻ പോവില്ല, സിനാൻ ഒറ്റയ്ക്ക് പോവില്ല. സിനാൻ ഒറ്റയ്ക്ക് പോയില്ലെങ്കിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അവരുടെ കൈകളിൽ നിന്നുള്ള ആ വടിയിൽ നിന്ന് അതാ സിനാന് നല്ല 2 അടികൾ കിട്ടുന്നു. എന്തിനാണ് തല്ലുന്നത്? എൻ്റെ പെണ്ണിനെ കൊണ്ടാവും എന്നിട്ടോ? ആയിക്കോട്ടെ, തല്ലിക്കോളും, കൊന്നോളും. ഞാൻ ഈ മുറ്റത്തങ്ങ് മരിച്ചു കിടക്കാം, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ എൻ്റെ പെണ്ണുങ്ങൾ ആരും തരൂലല്ലോ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? സിനാനെ, പോടാ, പോകാനാണ് പറഞ്ഞത്. അവർ എല്ലാവരും അതാ അവൻ്റെ പിന്നാലെ കൂടുന്നു. എത്രയൊക്കെ പറഞ്ഞിട്ട് നാണല്ലല്ലോടാ, ഒന്ന് പോയടാ എന്ന് പറഞ്ഞു കണ്ട് അതാ എല്ലാവരും കൂടി അവനെ തല്ലാനൊരുങ്ങുന്നു. ഹേയ്, എന്തിനാണ് തല്ലുന്നത്? സിനാന് തലങ്ങും വിലങ്ങും തല്ല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ പോകുമ്പോൾ ഇവിടെ തല്ലും, അതാണ്. ഒരിക്കലുമില്ല, എൻ്റെ ജീവൻ പോയാലും ഞാനിവിടുന്ന് പോവില്ല. സിനാന് തല്ല് കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവൻ നിലവിളിക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നത്, മുസ്സി, ഞാൻ പോവില്ല പെണ്ണെ, എൻ്റെ പൊന്നില്ലാതെ ഞാൻ പോവില്ല. സിനാന് കാര്യത്തിൽ തന്നെയാണ്. എടാ, നീ പോവില്ലേ? അവരെ അവർ 4 പേരും കൂടി പിടിച്ച് വലിച്ച് അതാ ജീപ്പിലേക്ക് ഇടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൾ ഉറക്കെ കരഞ്ഞു, ദയവായി പ്ലീസ് തൊടരുത്, അടിക്കരുത്, അവൾ കൊല്ലരുത്, ദയവായി ഞാൻ അകത്തേക്ക് പോയിക്കോളാം. എന്നാലും സിനാനെ വെറുതെ വിടണം, പ്ലീസ്, തല്ലിക്കൊല്ലരുത്. അവനെ തല്ലുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ വഴിക്ക് വാ. കണ്ടില്ലേ, ഓനക്ക് 4 തല്ല് കിട്ടിയപ്പോൾ ഇവൾക്ക് പൊള്ളി. കയറി പോടി വേണേ അകത്ത്. സിനാനെ അവരെല്ലാവരും കൂടി പിടിച്ച് വലിച്ച് ജീപ്പിലേക്ക് ഇടുകയാണ്. ഇല്ല, ഞാൻ പോവില്ല, എൻ്റെ പെണ്ണില്ലാതെ ഞാൻ പോവില്ല, എനിക്ക് പൊരുത്തല്ല നിങ്ങളോടൊന്നും. എൻ്റെ കുട്ടിയാണത്, എനിക്ക് അവളെ വേണം. എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓഹോ, നിൻ്റെ പൊരുത്തം കിട്ടിയിട്ടല്ലേ? അതെ, എൻ്റെ പൊരുത്താണ്. എനിക്ക് അവളുടെ കൂടെയുള്ള ജീവിതം സന്തോഷത്തിലാകാൻ അത് വേണം. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി എന്നെ... അതേടാ, ജീപ്പിൽ കയറ്, എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ ചെന്നങ്ങോട്ട് തീരുമാനിക്കാം. അവൻ കയറാൻ കൂട്ടാക്കിയില്ല. ഇല്ല, എന്നെ കൊന്നാലും ശരി, ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നിങ്ങൾക്കെന്താ? ഞാൻ എൻ്റെ പെണ്ണിനെ കാണാനല്ലേ വന്നത്. സിനാനെ, നിനക്ക് വീണ്ടും വീണ്ടും കൂടുന്നുണ്ട് കേട്ടോ. നീ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട, കയറി പോടാ ഇവിടുന്ന്. ഇല്ല, ഞാൻ പോവില്ല, എനിക്കതിന് കഴിയില്ല. സിനാനെ വീണ്ടും പൊതിരെ തല്ല് കിട്ടിക്കൊണ്ടിരുന്നു. എന്തിനാണ് നിങ്ങൾ തല്ലുന്നത്? എന്തിന്? ആയിക്കോട്ടെ, തല്ലിക്കോളും, കൊന്നോളും, ഞാനിവിടെ തന്നെ മരിച്ചോളാം. തല്ലിക്കൊള്ളുന്നത് അതാ മുഹ്സിനെയും ഹസരത്തും കാണുന്നു. ഇത്താത്ത പ്ലീസ്, ഇത്താത്ത അകത്തേക്ക് പോയിക്കോളി. പാവം തോന്നാണ് സിനാനെ കണ്ടിട്ട്. ഇത്താത്ത പ്ലീസ്, തല്ലണ്ടെന്ന് പറത്താത്ത പ്ലീസ്. തത്താത്ത, നിങ്ങൾ വിചാരിച്ചാൽ തല്ല് നിർത്താം. എപ്പോഴാണ് അവൻ ഇവിടുന്ന് പോകുന്നത്, അല്ലെ മുഹ്സിനെ പിന്തിരിഞ്ഞ് പോകുന്നത്, അതുവരെ തല്ലായിരിക്കും. ഹസരത്ത് അവളോട് പറഞ്ഞു, പ്ലീസ് പറയൂ, എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇക്കാക്കെ തല്ലുന്നത്, സിനോനെ തല്ലുന്നത് കാണാൻ കഴിയുന്നില്ല. ദയവായി മുഹ്സി, തങ്ങൾ പറയും, ഞാൻ അകത്തേക്ക് പോയിക്കോളാൻ പറയും. മോളെ, എനിക്ക് ഇനിയൊന്നും പറയാനില്ല, എന്താ ചെയ്യോട്ടെ, ഇഷ്ടം പോലെ, എനിക്ക് വിഷയമില്ല. ഇത്താത്ത, എന്തു പറ്റി നിങ്ങൾക്ക്? ഉമ്മ. മോളെ, കണ്ടില്ലേ, മുഹ്സിത്താക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ആകെ എന്തൊക്കെയോ ടെൻഷനാകുന്നു, കണ്ണുകളൊക്കെ എന്തോ ഒരു നിലയിലെത്തുന്നു. ഉമ്മ, മോളെ, പൊന്നു മോളെ. അപ്പോഴേക്കും ഇക്കാക്കയും ഓടി വന്നു. എന്തു പറ്റി പെണ്ണെ? മുഹ്സി, എന്തു പറ്റി? അവളെ അതാ മടിയിലേക്ക് കിടത്തി മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നു. മുഹ്സി, മോളെ, എന്തു പറ്റി കകൻ്റെ കുട്ടിക്ക്? എന്തെങ്കിലും പറ്റിയോ? ഇല്ലല്ലോ. പതുക്കെ അവൾ കണ്ണു തുറന്നു. എൻ്റെ സീനു അവിടെ. അവനെ കൊണ്ടുപോയി. അവന് നല്ല ആളല്ല, നിന്നെ ചതിക്കാൻ വേണ്ടി വന്നതാണ്, അത് നീ മറക്കരുത്. എൻ്റെ കുട്ടീനെ ചതിക്കണം, എന്നിട്ട് പൊന്നും പണ്ടൊക്കെ മോഷ്ടിച്ച് എൻ്റെ കുട്ടിയെ വല്ലവർക്കൊക്കെ കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ മോൾ, അതൊന്നും മറന്നു കളഞ്ഞേക്ക് പ്ലീസ്. ഇക്കാൻ്റെ മോളല്ലേ, എനിക്ക് കാണണം എന്ന്
എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ലല്ലോ. ഇക്ക, സിനു പാവാണ്. എന്താ മോളെ നീ പറയുന്നത്? സിനു പാവാണുപ്പാ. അപ്പോഴേക്കും സിനാനേത ജീപ്പിലേക്ക് വലിച്ചു കയറ്റി അവർ കൊണ്ടുപോയിരുന്നു. അപ്പോഴും മുഹ്സിൻ പറയുന്നു, ഉപ്പ സിനു പാവാണുപ്പ. അത് കേട്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. എന്താ റബ്ബി പറയുന്നത്? ഉപ്പയോടാണല്ലോ പറയുന്നത് സിനു പാവാണെന്ന്, മരിച്ചു പോയ ഉപ്പയോട്. അല്ലാ, എന്താ ഇത്? ഉപ്പ, എൻ്റെ ഉപ്പ, സിനുവിനെ തിരികെ വിളിക്കണം. എനിക്ക് സിനുവിൻ്റെ കൂടെ ജീവിക്കണം ഉപ്പ. മരണപ്പെട്ട തൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും അതൊരു വല്ലാത്തൊരു ഷോക്കായി മാറി. ആങ്ങള അവളുടെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, മോളെ പെണ്ണെ, എന്തെൻ്റെ കുട്ടി പറയണത്? കാക്കാൻ്റെ കുട്ടീൻ്റെ ഭാവി ജീവിതം ഓർത്തല്ലേ, അല്ലെങ്കിൽ കൊണ്ടുവിടുന്നല്ലോ. എൻ്റെ പൊന്ന്, പറഞ്ഞ് വിളിക്കല്ലേ, ഈ കാക്കാനെ ഏൽപ്പിച്ചു പോയതല്ലേ, പറഞ്ഞ് വിളിക്കല്ലേ. അദ്ദേഹം ശരിക്കും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ നേരെ അതാ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി. എന്തൊക്കെ തന്നെയായിരുന്നു എൻ്റെ പെങ്ങളല്ലേ, അവളെങ്ങനെ വെച്ചാൽ അവൾ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. പക്ഷെ പിന്നീടൊരിക്കലും അവൾ എൻ്റെ മുഖം കാണില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതാ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. പക്ഷെ അപ്പോഴേക്കും ആ ജീപ്പും ആളുകളും എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. അതെ, അവനെ നല്ല രീതിയിലൊന്ന് പെരുമാറാൻ വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുപോയത്. എന്നിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക. അല്ലാ, ഞാൻ എന്താ റബ്ബേ ഇങ്ങനെ ആയിപ്പോയത്, ഇത്രയും ക്രൂരനായിപ്പോയത്. അവർ ജീവിച്ചോട്ടെ, എങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ, എനിക്കിപ്പോൾ എന്താ? ഞാൻ ആരാലേ? അവരെ ആരുമല്ല, ഞാൻ അവളുടെ ആരുമല്ല. പിന്നെ ഇപ്പം എന്തിനാ ഞാനങ്ങനെ അവർ നിർബന്ധിക്കുന്നത്? അവർ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഇക്കാക്കയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഹലോ എടാ, നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുണ്ട്. കയ്യും കാലും എണീക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് ഷെയ്പ്പാക്കി വെച്ചിക്കണ് ഞങ്ങൾ. പിന്നെ പോലീസ് അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ നിൽക്കണം. എടാ മതി, ഇനി തല്ലണ്ട. അതെന്താടാ, നീ എന്നല്ലേ ഞങ്ങളെ കൊട്ടേഷൻ വന്നത്? വേണ്ട, ഇനി തല്ലണ്ട. അവൻ പോയിക്കോട്ടെ, അവൻ ഇഷ്ടത്തിന്. അയാൾ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എന്താടാ, എന്തു പറ്റി? ഇതെന്താ? നീ അങ്ങനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇപ്പം നീ കരയുന്നോ? എന്തു പറ്റി? അവർക്കാർക്കും കാര്യമെന്തെന്ന് ഒട്ടും പിടികിട്ടിയില്ല. തൻ്റെ പിതാവിൻ്റെ പേർ തൻ്റെ പെങ്ങൾ ഉച്ചരിച്ചപ്പോൾ അത് അയാളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. അതാണ് എല്ലാത്തിനും കാരണം. എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞുള്ള അവളുടെ ആ ഒരു ദയനീയമായ ആ വിളി, അതാണ് അവളുടെ ആങ്ങളയിലും സങ്കടം ഉയർത്തിയത്. ഒരു നിമിഷം അവരെന്തൊക്കെയോ തോന്നിപ്പോയി. പഠിച്ചോനെ, അല്ലാ, ഞാൻ എന്തൊരു ദുഷ്ടനാണ് റബ്ബേ, എൻ്റെ മനസ്സെന്താ ഇങ്ങനെ? പഠിച്ചോനെ പുറത്തു കൊണ്ടോ, ഓലെങ്ങനെ ജീവിച്ചോട്ടെ, എനിക്കിപ്പോൾ എന്താ? ഞാൻ ആരുമല്ലല്ലോ അവളുടെ. അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്റ്റോറി ഇപ്പോൾ നല്ലോണം വൈകുന്നുണ്ടല്ലേ? അതായത് നോമ്പൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇരിക്കാറുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കോട്ടക്കൽ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും അനിയത്തിയും കുട്ടികളൊക്കെ വന്നു, നോമ്പ് തുറന്നു. അപ്പോൾ ഇവർ ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരുപാട് ടൈമായി. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി നാളെ കാണാം കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നമ്മുടെ എല്ലാ കഥകളിലും ഇപ്പോൾ അത്യാവശ്യം സാഡാണല്ലേ. ഇൻഷാ അല്ലാ എല്ലാം റെഡി ക്ലിയറായി വരും കേട്ടോ. ആരും വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.